ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായ പ്രശ്നങ്ങൾ അവസാനിപ്പിച്ചിരിക്കുന്നു എന്നൊരു വാർത്ത വരുന്നു. ഈ വാർത്ത ലോകത്തോട് ആദ്യമായി പറയുന്നത് ഡൊണാൾഡ് ട്രംപാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഈ ലോകത്തോട് പറയുകയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ കൊണ്ടാണെന്ന് പറയുന്നു. അമേരിക്കയുടെ ഒരു പ്രസിഡന്റ് ഇവിടെ നാട്ടിലൊക്കെ നിങ്ങളൊക്കെ പറയുന്നത് കണക്ക് വന്നിരുന്നിട്ട് തള്ളും ബഹളവും നടത്തുന്ന ഒരാളായിട്ട് ലോകത്തിന് മുമ്പിൽ സ്വയം അപഹാസ്യനാകുമോ എന്ന് നിങ്ങളൊന്ന് സ്വയം ആലോചിക്കണം. അപ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റ് ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർക്ക് സ്പോട്ടിൽ തന്നെ ഒരു റിയാക്ഷൻ കൊടുത്തുകൂടാ? നിങ്ങൾ എന്ത് ഇടപെടലാണ് നടത്തിയത്? ഞങ്ങളെ ഭയന്നിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടാണ് പാകിസ്ഥാൻ വെടിനിർത്തിയതെന്ന് പറയാൻ എന്തുകൊണ്ട് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർക്ക് കഴിയുന്നില്ല? അങ്ങനെ കഴിയാത്തിടത്തോളം കാലം, അങ്ങനെ ചെയ്യാത്തിടത്തോളം കാലം ഇത് അമേരിക്കയുടെ ഇടപെടൽ കൊണ്ട് ഇന്ത്യ ഇങ്ങനൊരു പരിപാടി അവസാനിപ്പിച്ചതായിട്ട് ഇന്നൊരു വാർത്ത വന്നു. അങ്ങനെ വരുമ്പോൾ ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണമോ എന്ന് ചോദിച്ചാൽ നിലവിലത്തെ സാഹചര്യത്തിൽ ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാനമൊക്കെ കൊള്ളും. പക്ഷെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയുടെ പേര് കേട്ടാൽ അഭിമാനം കൊള്ളുന്ന സാഹചര്യത്തിലല്ല. അഖിൽ മാരാറിനെ കൊടുക്കാൻ BJP തിളപ്പിച്ച എണ്ണ വെറുതെയാവുമോ? ഇന്ത്യയെ നയിക്കുന്നവരുടെ പരാജയങ്ങൾ പറഞ്ഞതിനാണ് അഖിൽ മാരാർ ദേശവിരുദ്ധനാവുന്നത്. അമേരിക്കയുടെ ഇടപെടലുകളിൽ പ്രതിരോധം നിർത്തിയതിന് പിന്നിൽ എന്താണ്? സംഘികൾ ആഘോഷിക്കുന്നത് ഇന്ത്യയുടെ തോറ്റുകൊടുക്കലാണ്. നിങ്ങൾ എന്തിനാണ് ഇതിൽ അഭിമാനം കൊള്ളുന്നത്? നമ്മുടെ രാജ്യം നേരിടുന്ന ഒരു അവസ്ഥ അമേരിക്ക തീരുമാനമെടുത്തു എന്ന് അവർ എന്തടിസ്ഥാനത്തിലാണ് പറയുന്നത്? ഒരു ദേശവിരുദ്ധ പരാമർശവും അദ്ദേഹം പറഞ്ഞിട്ടില്ല. സൈന്യവും നമ്മുടെ പ്രതിരോധവും മോശമെന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. രാജ്യത്ത് മോദിയേക്കാൾ നല്ല ഭരണാധികാരി ഇന്ദിരാഗാന്ധിയാണെന്ന് കാര്യം പരാമർശിച്ചു. ഏത് രീതിയിൽ ചിന്തിച്ചാലും നരേന്ദ്രമോദിയുടെ നെഞ്ചളവിനേക്കാളും കരുത്ത് ഇന്ദിരാഗാന്ധിയുടെ തീരുമാനങ്ങൾക്ക് തന്നെ ആയിരുന്നുവെന്ന് അഭിമാനത്തോടുകൂടി പറയാൻ പറ്റുന്നത് ഇന്ദിരാഗാന്ധിയോട് പ്രത്യേക സ്നേഹമുണ്ടായിട്ടൊന്നുമല്ല, അവരെടുത്ത തീരുമാനങ്ങൾ കൊണ്ടാണ്. ആരുമില്ലാതിരുന്നൊരു സമയത്ത് അമേരിക്ക ഇന്ത്യക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞ സമയത്ത് വരൂ, ഞങ്ങൾ അവിടെ അറബിക്കടലിൽ നിങ്ങൾക്കായി കാത്തിരിക്കുന്നു എന്ന് അമേരിക്കൻ നാവികസേനയ്ക്ക് മെസ്സേജ് അയച്ച ഇന്ദിരാഗാന്ധിയുടെ പവർഫുൾ ആയിട്ടുള്ള തീരുമാനം. അവരൊരു തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഇന്ത്യയുടെ സൈനികരെ കൊന്നു എന്ന വാർത്ത അവരിലേക്ക് എത്തുന്നത്. ആ സമയത്ത് ഇന്ത്യ ഡിക്ലെയർ വാർ അഗൻസ്റ്റ് പാകിസ്ഥാൻ എന്ന് പറയാൻ ആത്മധൈര്യം കാണിച്ച ഒരു പ്രധാനമന്ത്രി. ബംഗ്ലാദേശിലുള്ള ആൾക്കാർ പലായനം ചെയ്ത് ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്ത, പിന്നീട് റഷ്യ പിന്തുണച്ചോ ഇല്ലയെന്നുള്ളതല്ല, നമ്മുടെ അടുത്തേക്ക് ആര് പിന്തുണ ഉണ്ടാവത്തില്ലോ നോക്കിയിട്ടല്ലോ തീരുമാനമെടുത്തത്. തീരുമാനമെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ആത്മാഭിമാനം വേണം, ചങ്കുറപ്പ് വേണം. ആ ചങ്കുറപ്പ് നരേന്ദ്രമോദിയെക്കാളും ഉള്ളത് ഇന്ദിരാഗാന്ധിക്ക് തന്നെയാണെന്ന് അഭിമാനത്തോടെ പറയുന്നത് ഇന്നത്തെ ഈ ഒരൊറ്റ തീരുമാനം കൊണ്ടാണ്. അതിന് സംഘികൾ പറയുന്ന ന്യായീകരണം അന്ന് പാകിസ്ഥാന് ആണവായുധമില്ല എന്ന്. ഇന്ന് അതല്ല സ്ഥിതി. ഇന്ത്യ പോലൊരു രാജ്യം തൊടാൻ പാകിസ്ഥാൻ എന്തുകൊണ്ട് ഭയപ്പെട്ടില്ല? നമ്മുടെ പ്രതിരോധത്തിൽ എന്തിന് തിരിച്ചടി ശക്തമാക്കി? ഇന്ത്യയുടെ സാധാരണക്കാരായ ജനങ്ങളെ കൊന്നൊടുക്കിയപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ ഭീകരവാദികളെ കൊന്നൊടുക്കി. എന്ത് കിട്ടി? അവരെ ആ രാജ്യം ആദരിച്ചു. സംസ്കാര ചടങ്ങുകളിൽ വലിയ ഉദ്യോഗസ്ഥരടക്കം പങ്കെടുത്തു. അപ്പോഴും ഇന്ത്യയുടെ തിരിച്ചടിയിൽ അവർ ഭയപ്പെട്ടില്ല. IPL നിർത്തിവെച്ച് അവരെ നമ്മൾ ഭയന്നു. നിരന്തരം ഒരു ഭീകര രാജ്യം നമ്മളെ ഉപദ്രവിച്ചു, നമ്മൾ എന്തു ചെയ്തു എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചാണ് അഖിൽ മാരാർ ഫേസ്ബുക്കിലൂടെ അഭിപ്രായം പങ്കുവച്ചത്. ഒരു രാജ്യത്തിന് ആത്മാഭിമാനവും പൗരനും സ്വാതന്ത്ര്യത്തിനും കോട്ടം തട്ടുമ്പോൾ, ജീവിക്കാൻ കഴിയാതെ വരുമ്പോഴും പ്രതിരോധിക്കാം. മോദിയെ അല്ല, രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരു പൗരന്റെ പ്രതികരണം. അതുമാത്രമാണ് അഖിൽ മാരാർ നടത്തിയത്. മറ്റൊരു രാജ്യത്തിനെ ഇടപെടുത്തിയ പ്രഖ്യാപനവും എല്ലാം തോറ്റുകൊടുക്കലായെന്ന് അഭിപ്രായം. ചെയ്യേണ്ടത് POK തിരിച്ചു പിടിക്കണം, പാകിസ്ഥാനെ തോൽപ്പിക്കണം. അമേരിക്കൻ പ്രസിഡന്റ് അല്ല നമ്മുടെ തീരുമാനം പറയേണ്ടതോ ഇത്തരത്തിലല്ല എന്നിങ്ങനെയുള്ള അഭിപ്രായം. ഇതിൽ ദേശവിരുദ്ധത എവിടെയാവും കണ്ടെത്തിയത്? കൊട്ടാരക്കര മണ്ഡലം കമ്മിറ്റിയുടെ പരാതിയിലാണ് കേസെടുത്തിട്ടുള്ളത്. പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ ഒറ്റക്കെട്ടായി പാകിസ്ഥാനെതിരെ തിരിച്ചടിക്കുമ്പോൾ തികച്ചും രാജ്യവിരുദ്ധമായ പ്രസ്താവനയാണ് അഖിൽ മാരാർ നടത്തിയത് എന്നാണ് കൊട്ടാര കമ്മിറ്റിയുടെ അഭിപ്രായം. കൊട്ടാരക്കര മണ്ഡലം കമ്മിറ്റിയുടെ പരാതിയിൽ പറയുന്നത് ഇങ്ങനെ: പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ ഒറ്റക്കെട്ടായി പാകിസ്ഥാനെതിരെ തിരിച്ചടിക്കുമ്പോൾ തികച്ചും രാജ്യവിരുദ്ധമായ പ്രസ്താവനയാണ് അഖിൽ മാരാർ നടത്തിയത്. ഇനി എന്താണ് നടക്കുക? അഭിപ്രായ സ്വാതന്ത്ര്യമല്ലേ അദ്ദേഹം നടത്തിയത് എന്നിങ്ങനെ സംശയങ്ങൾ നിലനിൽക്കുമ്പോൾ നോക്കാം എന്താണ് നടക്കുക എന്ന്. ആ സമയത്ത് ഇവർ എങ്ങനെ വന്നു, ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്തു, ഇതൊക്കെ രാഷ്ട്രീയപരമായിട്ട് മറ്റുള്ളവർ ഉന്നയിച്ച സമയത്തൊക്കെ തന്നെ ഇന്ത്യ തിരിച്ചെന്ത് ചെയ്യും എന്നതായിരുന്നു നമ്മളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ത്യയിലെ സാധാരണക്കാരായ 20 പേരെ കൊന്നു,
തിരിച്ച് വീണ്ടും 15 സാധാരണക്കാരനെ കൊന്നു. ഇന്ത്യയിലെ ജവാൻ ഉൾപ്പെടെ നിരവധി പേരെ വീണ്ടും വീണ്ടും കൊന്നു. ഇത്രയൊക്കെ ചെയ്തിട്ട് നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് അഭിമാനിക്കുന്നതെന്ന് നിങ്ങൾ ഒരു നിമിഷം സ്വയം ചിന്തിച്ചു നോക്കൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അഭിമാനത്തോടുകൂടി ഈ രാജ്യത്തെ ഒരു പൗരൻ എന്ന നിലയിൽ നിലവിൽ ഈ ഒരു തീരുമാനത്തിനോട് ഒരു രീതിയിലും മാനസികമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അത് യുദ്ധം അവസാനിപ്പിച്ചതിലല്ല, യുദ്ധം അവസാനിപ്പിച്ച അല്ലെങ്കിൽ യുദ്ധം തുടങ്ങിയിട്ടില്ല, വെടിനിർത്തൽ അവസാനിപ്പിച്ച ഈ രീതി അമേരിക്ക പോലൊരു രാജ്യം ഇടപെട്ടതിന് ശേഷം, അമേരിക്കൻ പ്രസിഡന്റ് അത് ലോകത്തോട് പറഞ്ഞതിന് ശേഷം മാത്രം ഇവിടെ, അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇന്ത്യയുടെ ആൾക്കാർ ആദ്യം ഇതൊരു പത്രസമ്മേളനം നടത്തി പറഞ്ഞിരുന്നെങ്കിൽ പോലും അതിനൊരു അഭിമാനം ഉണ്ടായിരുന്നു. ഇത് അമേരിക്കൻ പ്രസിഡന്റ് എങ്ങനെയാണ് അറിഞ്ഞത്? അമേരിക്കയുടെ പ്രസിഡന്റ് മുൻകൂട്ടി വല്ല ഇത് ജോത്സ്യം വല്ലതും പഠിച്ചിട്ടുണ്ടോ? പാകിസ്ഥാനും ഇന്ത്യയും വെടിനിർത്താൻ പോവുകയാണെന്നുള്ള കാര്യം അമേരിക്കൻ പ്രസിഡന്റ് എങ്ങനെയാണ് അറിയുന്നത്? അമേരിക്കൻ പ്രസിഡന്റാണ് ഇത് ലോകത്തോട് ആദ്യം പറഞ്ഞതെന്ന് മനസ്സിലാക്കാനുള്ള ബോധമെങ്കിലും നിങ്ങൾക്കുണ്ടാവണം. അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇവിടെ വന്നിരുന്ന് പറയുന്നത് ബാഹ്യ ശക്തികളൊന്നും ഇടപെട്ടിട്ടില്ല, ആരും ഇടപെട്ടിട്ടില്ല, അവരിങ്ങോട്ട് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അങ്ങ് നിർത്തി. അപ്പോൾ തിരിച്ചൊരു ചോദ്യം ചോദിക്കും, ഞങ്ങൾ എങ്ങനെ ഇന്ത്യയിൽ ജീവിക്കുമെന്ന് തിരിച്ചൊരു ചോദ്യം ചോദിക്കും. ഞങ്ങൾ എങ്ങനെ നാളെ കാശ്മീരിൽ പോകുമെന്ന് തിരിച്ചൊരു ചോദ്യം ചോദിക്കും. ഞങ്ങൾ എങ്ങനെ ഈ രാജ്യത്തിലെ ഭരണാധികാരികൾ ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ ഏത് രീതിയിൽ വിശ്വസിക്കുമെന്ന് തിരിച്ചു ചോദിക്കും. അത് ഇത്രയും പറയാൻ കഴിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളൊരു ഭാരതീയനാണെന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥം? താങ്ക് യു.